സന്ധ്യാവേളയിൽ ഈ പ്രിയപ്പെട്ട ഭവനത്തിൽ നിന്ന് ഒരുമിച്ച് വിദേശത്തേക്ക് വീടുവാക്കണം ഒരു അവസരത്തിലേതാണ് ഓർത്ത് ദൈവത്തിൻ്റെ കൂടിയിരിക്കുന്ന നിമിഷമാണ് നമുക്ക് മനസ്സിന് ശാന്തി നൽകുന്ന അവസരം അതുകൊണ്ട് ഈ സമയം നമുക്ക് ഏറ്റവും വിലപ്പെട്ട സമയമായിരിക്കും. വളരെ പ്രാർത്ഥനയോടെ ദൈവസ്ഥനായിരിക്കാമെന്ന കാരണം പ്രതിയാണ്. ഇവിടെ ജീവിതത്തിലെ രണ്ടാമത്തെ പ്രാർത്ഥന വന്ന സമയത്ത് ആദ്യത്തെ ആഴ്ചകളായിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു. അന്ന് അതെല്ലാം കണ്ട് കേട്ടപ്പോയി. അതിനുശേഷം ഇവിടെ 2-3 വീട്ടിലൊക്കെ പ്രാർത്ഥനയിൽ പോയി. ഈ ഭാഗത്തൊരു വീട്ടിൽ പ്രസംഗിച്ചു. ചൊവ്വാഴ്ച പ്രാർത്ഥന 2 ദിവസം അവിടെ പ്രസംഗിച്ചു. ഇന്ന് അപ്പച്ചനും ഇവിടെ പാഷന്മാരൊക്കെ ഉണ്ട്. എല്ലാവരും ഓർത്ത് സ്ഥിതിക്കുകയാണ്. ഈ കൊല്ലാട്ട് ചാക്കോച്ചൻ്റെ കർത്താനുദാസന ഉണ്ട്. അദ്ദേഹം നിത്യ വിശ്രമിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു ഫ്രേസ് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതിന് പ്രകാരമാണ് പ്രസംഗികളോട് പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം. സീനിയർ ഭാഷ ദീർഘവർഷം കൂടെ പ്രസംഗത്തിൻ്റെ പാഠമുള്ള വ്യക്തിയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ച അപ്പച്ചൻ പറഞ്ഞു, അപ്പോൾ ഞാൻ എന്തെങ്കിലും ശുശ്രൂഷയിലെ ഭേദഗതി വരുത്തെങ്കിൽ പറഞ്ഞു തന്നാൽ ഞാനത് തിരുത്താൻ തയ്യാറാണെന്ന് പറയുകയുണ്ടായി. അപ്പോൾ അപ്പച്ചന് എന്നോട് ഒരു കാര്യം പറഞ്ഞു. അതെനിക്ക് സന്തോഷം തോന്നി. ഇവിടെ ലോക്കൽ പാർഷോടും പറയുകയാണ്, ശുശ്രൂഷയ്ക്ക് എന്തെങ്കിലും ഭേദഗതി വരുത്തുമെങ്കിൽ പറഞ്ഞാൽ ഞാൻ അത് അംഗീകരിക്കുമെന്ന കാര്യം ഓർമ്മിക്കുകയാണ്. കാരണം ഞാൻ എഴുതാണ്ടാണ് 4 മാസം നാട്ടിൽ പോകും. പിന്നെ നിങ്ങളെ ഫേസ് ചെയ്യേണ്ടത് ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ ബഹളമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളുടെ മലപ്പുറത്ത് MSP മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഗ്യാങ്ങുണ്ട്. പ്രശ്ന സംഖ്യയിലാകുമ്പോൾ SP ഓർഡറും അവർ വന്ന് അടിച്ചേച്ചങ്ങ് പോകും. ലോക്കൽ പോലീസിന് അതുപോലെ അടിക്കാൻ കഴിയില്ല. കാരണം അവരെ ആളുകളെ ഫേസ് ചെയ്യണ്ട. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് അടിച്ചേച്ചങ്ങ് പോകാം. ഇവിടുത്തെ ഭാഷ പിന്നെ ബുദ്ധിമുട്ടുണ്ട്. സഭ കലക്കി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ആണ് അത് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ കൊല്ലാട്ട് ചാക്കോച്ചൻ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം പ്രസംഗങ്ങളുടെ മധ്യേ പ്രസംഗങ്ങളോടും ചേർന്ന് പ്രസംഗം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ അദ്ദേഹം ഒരു പറഞ്ഞത് ചരിഞ്ഞു നിൽക്കുന്നൊരു ഒരു മതിൽ കെട്ട മതിലിങ്ങോട്ട് ചരിഞ്ഞു നിൽക്കാന്ന്. ഈ ചരിഞ്ഞു നിൽക്കുന്ന ഭാഗത്താണ് മുകളിൽ കയറുക എന്നുള്ളത് ഒരു ഭഗീതര പ്രയത്നം. മറുവശത്ത് കയറാം, ഈ ഭാഗത്ത് മുകളിൽ കയറും ഭഗീതര പ്രയത്നമാണ്. അടുത്ത പറഞ്ഞ പദം ഇപ്രകാരമാണ്: പിണങ്ങിയിരിക്കുന്ന ഭാര്യയുടെ മുഖത്തൊരു ചുംബനം കൊടുക്കുന്ന ഭർത്താവിന് വളരെ വൈഷമ്യമുള്ള കാര്യമാണ്. ഭാര്യ പിണങ്ങിയിരുന്നാൽ ചുംബനത്തിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം എന്താ കിട്ടുന്നത് അറിയത്തില്ല. അതുകൊണ്ട് ഭർത്താക്കന്മാർ ഭാര്യമാരെ പിണക്കാതെ നയത്തിൽ അനുനയിപ്പിച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് പണിയായിത്തീരും. അതുകൊണ്ട് വളരെ ഇതൊക്കെ ഒരു ദൂതാണ് സ്തോത്രം ഉണ്ടാക്കട്ടെ. കാരണം കഴിഞ്ഞ 35 വർഷത്തെ കുടുംബജീവിതത്തിലെ പരിചയമുള്ളതുകൊണ്ട് പലരുമായി ബന്ധപ്പെട്ടുള്ള വെളിച്ചത്തിലെ പലരെ പ്രശ്നം തീർത്തതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അനുഭവപ്പെടുത്തി പറഞ്ഞതാണ്. സ്തോത്രം. എങ്കിലും നമ്മുടെ കർത്താവ് ഇന്ന് രാത്രിക്കാലം ഇവിടെ ഉണ്ട്. ആ കർത്താവിന് സാന്നിധ്യം അനുഭവിക്കാൻ കർത്താവ് നമുക്ക് ഇടയാകട്ടെ. കഴിഞ്ഞ 3 പ്രസംഗം ഞാൻ പ്രസംഗിച്ചത് പുതിയ നിയമത്തിൽ നിന്ന്. ഇന്ന് പഴയ നിയമത്തിലൊരു ഭാഗം ഉച്ചരിച്ചുകൊണ്ടാണ് ചില കാര്യങ്ങൾ അറിഞ്ഞ് പടക്കണം കർത്താവ് ശരണപ്പെടുന്നത്. നമുക്ക് ആധാരമായി 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന് 27-ാം വാക്യവും 10-ാം അധ്യായത്തിന് 1-ാം വാക്യവും നമുക്കൊന്ന് വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന് 27-ാം വാക്യവും 10-ന്റെ 1-ഉം വാക്യവും. എല്ലാവരും വേഷം നൂർത്തിരിക്കണം. പട്ടണത്തിന്റെ അറ്റത്തെത്തിയപ്പോൾ ശമൂവേൽ ശൗലിനോട്, കൃത്യൻ മുമ്പേ കടന്നു പോവാൻ പറക. അവൻ കടന്നുപോയി. ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക എന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ച് പറഞ്ഞത്, യഹോവ തന്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഇവിടെ വായിച്ച് കേൾപ്പാനാക്കണം. ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ ഒരു ചരിത്രം നമുക്ക് അബ്രഹാമിൽ കൂടി ആരംഭിക്കുന്നു. അബ്രഹാമിന്റെ സന്തതി പരമ്പര മിസ്രൈമിൽ ചില വർഷങ്ങൾ പാർക്കുമെന്ന് അവനെ അരുളി ചെയ്തു. അത് പ്രകാരം മിസ്രൈമിൽ ചില വർഷങ്ങളായിരുന്നു. മിസ്രൈമിന്റെ അടിമനുഖത്തിന്റെ കീഴിൽ നിന്ന് അവരെ നിലവിളി നമ്മുടെ കർത്താവ് കണ്ടും അത് കേട്ടും അവരെ ജീവിത രീതികളും പ്രയത്നവും കഷ്ടപ്പാടും കണ്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ ജനത്തിനെ വിടിവിപ്പാനൊക്കെ വേണം താൻ മോശയെ തിരഞ്ഞെടുത്തു.
അങ്ങനെ മോശയെ തെരഞ്ഞെടുത്ത് മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തെ മരുഭൂമി കൂടെ യാത്ര ചെയ്ത് കനാൻ നാട്ടിലേക്ക് പ്രയാണം ചെയ്ത് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുന്ന വേളയിൽ ആ പ്രയാണത്തിൽ മോശയോട് ചേർന്ന് മോശയുടെ കൈക്ക് വെള്ളം ഒഴിച്ചെന്ന് പറയാം, മോശയോട് ചേർന്ന് ശുശ്രൂഷിച്ച് അവസാനം വരെ നിന്ന വ്യക്തിയാണ് യോശുവ. അങ്ങനെ മോശ കനാന്റെ വക്ക് വരെ കൊന്ന് എത്തിയ ശേഷം മോശയോടെ അവിടെ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. മോശ മരിച്ച ശേഷമായിട്ട് ആ നിയോഗം യോശുവയെ ദൈവം ഏൽപ്പിച്ചു. അവിടുത്തെ ഒരു ദൂത് ദൈവഭൃത്യന്മാർ ശുശ്രൂഷിക്കുമ്പോൾ അവരോട് ചേർന്ന് ശുശ്രൂഷിക്കുന്ന വ്യക്തികൾ, അവരെ പിന്തുടർന്ന് ശുശ്രൂഷിക്കുന്ന വ്യക്തികൾക്ക് ആ ദൈവദാസന്മാരെക്കാൾ അധികം ശുശ്രൂഷ ദൈവം ഏൽപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അത്ര പറഞ്ഞ ആ ഭാഗം വിടുകയാണ്. അങ്ങനെ യോശുവ മുഖാന്തരം അവരെ കനാൻ നാട്ടിൽ പ്രവേശിച്ച് കനാൻ നാട്ടിൽ ചെന്ന ശേഷം യോശുവയ്ക്ക് ഭയങ്കര പ്രയത്നമായിരുന്നു. കാരണം ആ നാട് ഈ ഗോത്രങ്ങൾ വിഭാഗിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ ഒരു ഭഗീതര പ്രയത്നമായിരുന്നു. ഒരു അപ്പന് 3 മക്കളുണ്ടെങ്കിൽ 2 ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ അത് വീതം ചെയ്യുമ്പോൾ അറിയാൻ പ്രശ്നം എന്താണ്? വളരെ നൂലാമുള്ള ഒരു കാര്യമാണ്. എൻ്റെ പിതാവിന്റെ മൂത്ത ജ്യേഷ്ഠൻ 2 പെൺമക്കളായിരുന്നു. അപ്പോൾ എൻ്റെ പിതാവ് എൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു, വീതം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 2 പേർക്ക് ഒരു ഓഹരി വേണം, അത് നിങ്ങളുടെ കാലശേഷം മാത്രമേ മക്കൾക്ക് വെക്കാവൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പിതാവ് പറഞ്ഞു, അതിന്റെ ആവശ്യം എൻ്റെ 2 പെൺമക്കളെ എന്നെ നോക്കുമല്ലോ എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അവകാശം മുഴുവൻ ഒന്നും ഈ പിതാവിന് മതം വെക്കാതെ 2 പെൺമക്കളെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ 2 പെൺമക്കളെ ഭർത്താക്കന്മാർ ഇത് കിട്ടിയ തരം വെച്ചിട്ട് ഈ പിതാവിനെയും മാതാവിനെയും വെളിയിലേക്ക് ഇറക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. പിന്നെ എൻ്റെ പിതാവ് കൂടെ ചേർന്നുകൊണ്ട് വീണ്ടും മധ്യസ്ഥന്മാരൊക്കെ ചെന്ന് അവർക്കൊരു അവകാശം മാറ്റിയിട്ട് അങ്ങനെ പിന്നീട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു വീട്ടിലെ അവകാശം വീതിച്ചു കൊടുക്കുമ്പോഴാണ് അവിടുത്തെ പ്രശ്നങ്ങൾ. ഇത് ഇസ്രായേൽ ഗോത്രം 12 ഗോത്രത്തിന് ഈ 12 വ്യക്തികൾക്ക് കനാൻ നാട് വിഭാഗിച്ചു കൊടുക്കുന്ന കാര്യം പരിശുദ്ധാത്മ നിയോഗത്താൽ ദൈവം കൃപ ഏറ്റെടുത്തുകൊണ്ട് യോശുവ വീതിച്ചു കൊടുപ്പാടിയാത്തത്. അതിൽ ഹെബ്രോൻ മല മാത്രം ഒരാൾക്കൊരു മാറ്റിവെച്ചു. അതാർക്കെന്നറിയാമോ? കാലേബിന് വേണ്ടി. കാരണം ദേശം ഒറ്റുനോക്കുവാൻ പോയപ്പോൾ ഓരോ ഗോത്രത്തിനും ഓരോ വ്യക്തികളെ തെരഞ്ഞ് കനാൻ നാട് ഒറ്റുനോക്കാൻ പോയി മടങ്ങി വന്നപ്പോൾ 10 പേര് ഇസ്രായേലിനെ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞു. 2 പേര്, ഒന്ന് യോശുവയും കാലേബും. ഈ 2 പേരും ദൈവത്തിന് അനുകൂലമായ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറഞ്ഞ് ജനത്തിന്റെ മനസ്സിനെ തണുപ്പിച്ചു. അങ്ങനെ അവൻ അവിടെ വെച്ച് മോശയോട് പറഞ്ഞു, ആ കനാന്യർ പാർക്കുന്ന ദേശത്തിലെ ഹെബ്രോൻ മല എനിക്ക് വേണമെന്ന് അവൻ പറഞ്ഞിരുന്നു. മോശ അത് വാക്കു കൊടുത്തിരുന്നു. അങ്ങനെ ദേശം അവകാശപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് ഹെബ്രോൻ മല കാലേബ് ചോദിച്ചു വാങ്ങി. കാരണം അവന് നേരത്തെ ഡിമാൻഡ് ചെയ്ത കാരണം അവൻ അവിടെ ചെന്നു, ഈ കാര്യങ്ങൾ ചെയ്തു. മോശ അവന് വായ്ത്തത്വം കൊടുത്തു. ആ ഡിമാൻഡ് പ്രകാരം ചോദിച്ചു വാങ്ങിടത്തുള്ളൂ. അപ്പം ദൈവത്തിന് നമുക്ക് ചില വായ്ത്തത്വങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതം ദൈവത്തോട് ഡിമാൻഡ് ചെയ്ത് മേടിച്ചിരിക്കണം. എനിക്ക് നീ എന്നോട് പറഞ്ഞ വാക്കാണ്, നീ ഇന്നാരിൽ കൂടെ എന്നോട് അരുളപ്പാട് വായ്ത്തത്വമായി തന്നിരിക്കുന്നതാണ്. ആ വായ്ത്തത്വം നമ്മൾ മേടിച്ചു വാങ്ങിയുടെ കടപ്പാട് നമ്മുടെ കടപ്പാടാണ്. അങ്ങനെ യോശുവ മുഖാന്തരം അവരെ ദേശം വിഭാഗിച്ചു കൊടുത്ത് യോശുവയുടെ നിര്യാണ സമയമായപ്പോൾ സകലമായ വ്യക്തികളെ വിളിച്ചു വരുത്തി യോശുവ പറഞ്ഞൊരു ഭാഗമുണ്ട്. യോശുവ 24 അധ്യായം പറയുന്നുണ്ട്, ഒരു ചോയ്സ് കൊടുക്കുക. നിങ്ങളുടെ പിതാക്കന്മാർ കല്ലുമ ഊരി പാർക്കുന്ന കാലഘട്ടത്തിൽ യൂഫ്രട്ടീസ് നദിയുടെ അക്കരെ വെച്ച് നിങ്ങളുടെ പിതാവ് സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ മിസ്രൈമിൽ വെച്ച് സേവിച്ച അവിടുത്തെ ദേവനെയോ ദൈവത്തെയോ സേവിക്കുന്ന തെരഞ്ഞെടുക്കാൻ താല്പര്യം നിങ്ങൾ ചോയ്സ് ശരിയാണ്. നമുക്ക് ആരെ വേണം തെരഞ്ഞെടുക്കാം. യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുന്നു പറഞ്ഞു. അങ്ങനെ യോശുവയ്ക്ക് തന്റെ കുടുംബത്തെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുന്നതായിട്ട് യോശുവ പറഞ്ഞു, ഞാൻ കുടുംബമായിട്ട് യഹോവയെ സേവിക്കുന്നു പറഞ്ഞു. അങ്ങനെ യോശുവയുടെ കാലം കഴിഞ്ഞ ശേഷമായിട്ട് ഈ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം നടത്തുവാൻ ന്യായാധിപന്മാർ എഴുന്നേറ്റു. അങ്ങനെ ന്യായാധിപന്മാർ എഴുന്നേറ്റ് 14 ന്യായാധിപന്മാരെ നമുക്ക് അവരെ ന്യായപാലനം ചെയ്ത് നോക്കാം. അവസാനത്തെ ന്യായാധിപനാണ് ശംഭുവൻ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ അവരുടെ ജീവിത പ്രയാണത്തിൽ ദൈവത്തെ ത്യജിച്ച് അന്യ ദേവന്മാരെയും അന്യ പ്രതിഷ്ഠയുടെ പുറകെ പോയപ്പോൾ ദൈവം അവരെ അടിക്കാൻ ഉപയോഗിച്ച വടി ജാതികൾ എന്ന വടിയെ കൊണ്ട് അടിച്ചു.
ജാതികൾക്ക് വിറ്റുകൊടുത്തു. ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ 111 വർഷക്കാലം ഓരോ ന്യായാധിപന്മാരുടെ കാലത്ത് അവർ ദൈവത്തിന്റെ വഴി വിട്ടുപോകുമ്പോൾ ജാതികളെ ഏൽപ്പിച്ച 111 സംവത്സരക്കാലം ന്യായാധിപന്മാരുടെ വായിപ്പാൻ കഴിയുന്നുണ്ട്. ദൈവവുമായി ഇടപാടുള്ള കാലഘട്ടം. എങ്കിലും ഒരു ശേഷിപ്പ്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ശേഷിപ്പുള്ളവരുമായിട്ട് ആ ശേഷിപ്പിന്റെ കണ്ണുനീരിനെ കണ്ട് ദൈവം അടുത്ത ന്യായാധിപനെ എഴുന്നേൽപ്പിക്കുന്നു. അങ്ങനെ അവസാനത്തെ ന്യായാധിപനായിരിക്കുന്ന ശമൂവേലിന്റെ കാലഘട്ടം വന്നു. ശമൂവേലിന്റെ കാലഘട്ടം വന്ന ശമൂവേൽ പ്രാർത്ഥിക്കും എത്തിയപ്പോൾ ശമൂവേൽ തന്റെ മക്കളായ 2 പേരെ എന്ത് ചെയ്തു? തന്റെ പിന്തുടർച്ചയായിട്ട് ന്യായപാലന ജോലി ഏൽപ്പിച്ചു. പക്ഷേ ഏൽപ്പിച്ചപ്പോൾ 8-ാം അധ്യായത്തിലേക്ക് വന്നേ, 1-2-3 വാക്യം വായിച്ചേ. ശമൂവേൽ വൃദ്ധനായപ്പോൾ തന്റെ പുത്രന്മാരെ ഇസ്രായേലിന്റെ ന്യായാധിപന്മാരാക്കി. അവന്റെ ആദ്യജാതന് യോവേൽ എന്നും രണ്ടാമത്തവന് അബിയാവ് എന്നും പേര്. അവർ ബേർശേബയിൽ ന്യായപാലനം ചെയ്തു പോന്നു. അവന്റെ പുത്രന്മാർ അവന്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറച്ചു കളഞ്ഞു. 5-ാം വാക്യം വായിച്ചേ. അവനോട് നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല, ആകെ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് പറഞ്ഞു. ഇസ്രായേൽ രാജാവിനെ ആദ്യമായി ചോദിക്കുന്ന റീസൺ എന്താണ്? ശമൂവേലേ, നിന്റെ ന്യായപാലനം ഞങ്ങൾക്ക് കൊള്ളാമായിരുന്നു, പക്ഷെ നിന്റെ മക്കൾ വന്നപ്പോൾ ആ ന്യായപാലനം ചെയ്യുന്ന അവരെന്ത് ചെയ്തില്ല? നീതിയായി പ്രവർത്തിക്കുന്നവർ കൈക്കൂലി വാങ്ങി ന്യായം മറച്ചു കളയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. എന്നോട് പലരും ചോദിക്കാറുണ്ട്, പാസ്റ്റർക്ക് മക്കൾ എത്രയാണെന്ന് ചോദിക്കും. എനിക്ക് 3 ആൺമക്കൾ എന്ന് പറയും. അപ്പൊ അടുത്ത മറുപടി കേൾക്കുന്നത് പാസ്റ്റർ ഭാഗ്യവാൻ എന്ന് പറയും. എനിക്ക് ആദ്യം മറുപടി കിട്ടിയില്ല ആദ്യമൊന്നും. പിന്നെ ഞാൻ വേറൊരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ കാര്യം ഇതാണ്, പെമ്മക്കളുണ്ടെങ്കിൽ കെട്ടിച്ചയക്കണ്ടേ, അപ്പൊ കെട്ടിച്ചയക്കേണ്ട 3 ആൺമക്കളുണ്ടെങ്കിൽ വാങ്ങിക്കെട്ടാമല്ലോ, അതുകൊണ്ട് ഞാൻ ഭാഗ്യവാനെന്ന് അവര് എന്നെ കുറിച്ച് അങ്ങനെ സംബോധന ചെയ്തു. എന്റെ കൂട്ടുപ്രവർത്തകൻ ജോസഫ് മാസ്റ്റർ എന്റെ മക്കളെക്കാൾ 5-6 മാസം മൂപ്പ 3 മക്കളവരെ, അത് താഴെ എന്റെ മക്കളെ. അദ്ദേഹത്തിന് 3 പെമ്മക്കളാണ്, എനിക്ക് 3 ആൺമക്കളാണ്. അദ്ദേഹം ലണ്ടറിൽ വന്നു, ഞാനും ലണ്ടറിൽ വന്നു. വല്ല കുഴപ്പമുണ്ടോ? പെമ്മക്കളൊന്നും വല്ല കുഴപ്പമുണ്ടോ? എന്റെ സ്റ്റഡിയില് പെമ്മക്കൾ മാത്രമുള്ള മാതാപിതാക്കള സ്വസ്ഥമായി ജീവിക്കുന്ന ആമക്കുള്ള മാതാപിതാക്കൾ കണ്ണുനീരും കരച്ചിലുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ വീട് അപ്പൊ അതിന് പുറകിൽ നമ്മുടെ ഭൗതികമല്ല വിഷയം, നമ്മള് സൂക്ഷ്മതയോടെ ജീവിക്കണം എന്നുള്ള പ്രധാന വിഷയം. പുരോഹിതന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏലി പുരോഹിതൻ 2 മക്കള് ഇതുപോലെയായിരുന്നു, ശമൂവേലിന്റെ 2 മക്കൾ ഇതുപോലെയായിരുന്നു. അപ്പൊ ഈ ഭാഗം വായിച്ചപ്പോൾ ഞങ്ങളുടെ മക്കൾ 3 പേർ ആമക്കളായപ്പോൾ ജോസഫ് മാസ്റ്റർ കരഞ്ഞതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. കാരണം ആ മക്കള് ഒരു പ്രായം വെളിയിലേക്ക് പോയാൽ അവര് പോകും വരുമൊക്കെ നമ്മളെ വീക്ഷിക്കണം. പെൺമക്കളെ വീക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അപ്പൊ ഈ ന്യായാധിപനായ ശമൂവേൽ ദാൻ മുതൽ ബേർശേബ വരെ വിശ്വസ്ത പ്രവാചകനായ ശമൂവേലിന് 2 മക്കൾ എന്ത് ചെയ്തു? ദൈവം വഴി വിട്ടുപോയി. ജനം പറയാണ്, നിന്റെ മക്കൾ നിന്റെ വഴി നടക്കുന്നില്ല. നോക്ക, സഭയിലുള്ളത് മാത്രം പറഞ്ഞാൽ പോരാ, അത് നമ്മൾ സഹിക്കാമായിരുന്നു. ഇവർ എവിടുന്ന് ഏത് മേഖലയാണ് ആ മേഖലയിലൊക്കെ പറയുന്നത് എന്താ പറയുന്നത്? നിന്റെ മക്കൾ നിന്റെ വഴി നടക്കുന്നില്ല, കൈക്കൂലി വാങ്ങുന്നു, ന്യായമൊക്കെ മറിച്ചു കളയുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. കോട്ടയത്ത് ഒരു മാന്യനായ വ്യക്തിയുണ്ട്, ഗുഡ് ന്യൂസിലേക്ക് എഡിറ്ററായ വ്യക്തി. അദ്ദേഹം കേരളത്തിലെ സെയിൽസ് ടാക്സിന്റെ കമ്മീഷണറായിട്ട്, ഓൾ കേരള ബേസ്ഡ് കമ്മീഷണറായിട്ട് അദ്ദേഹം നിയമിക്കപ്പെട്ടു. അദ്ദേഹത്തിലൂടെ പല യാത്രകളും ഞാൻ ചെയ്തിട്ടുണ്ട്, താൻ ഒഫീഷ്യൽ ആയിരിക്കുമ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് മന്ത്രിമാർ മുതൽ താഴെയുള്ള സകല വ്യക്തികൾക്കും പേടിയാ. കാരണം എന്താണെന്നറിയോ? കറപ്ഷൻ ഇല്ലാത്ത വ്യക്തിയാ, കൈക്കൂലി വാങ്ങാത്ത വ്യക്തിയാ,
തന്നെ കുറിച്ചുള്ള പേര് കോട്ടയത്ത് നിന്ന് മരിച്ചു കഴിഞ്ഞപ്പോ കോട്ടയം ഭാഗത്തെ ആ ഞാലിയാകുഴി മുതൽ കോട്ടയം വരെ സകല ബസ്സിന് മുകളിലും തന്നെ ഫോട്ടോ വെച്ചിട്ട് തന്നെ ആദരാഞ്ജലികൾ അർപ്പിച്ച ദേശം അദ്ദേഹത്തെ ബഹുമാനിച്ചു. അപ്പൊ ജീവിക്കുന്ന വ്യക്തികളെ കുറിച്ച് ലോകം മാനിക്കും. അതേ പേര് തന്നെ വേറൊരു വ്യക്തിയുണ്ട്, അദ്ദേഹം കുറിച്ച് ഈ പേര് കേൾക്കുന്നില്ല. അദ്ദേഹം ഇതേ ഫീൽഡിലെ വർക്ക് ചെയ്തത്, പക്ഷെ അദ്ദേഹം കേൾക്കാൻ കഴിയുന്നത് ജോസഫ് എന്നറിയാം. ഞാൻ പേര് പറയുന്നില്ല, മറ്റേ ഇതിലെ പേര് പറഞ്ഞു, ഇതിലെ പേര് പറയുന്നില്ല. അപ്പൊ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ തലമുറകള് ദൈവകൃപയിൽ വേണമെങ്കിൽ മാതാപിതാക്കൾ, ഇവിടെ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ പ്രത്യേകം പറഞ്ഞ നമ്മുടെ തലമുറകൾക്ക് പ്രാർത്ഥിക്കും. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറകളെ ഓർത്ത് നാം കരയേണ്ട ഒരു കാലഘട്ടമാണ്. എന്തെങ്കിലും സ്വാതന്ത്ര്യമാകട്ടെ. ഞാൻ ശിശുവിനുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ എന്റെ പിതാവ്, രണ്ട് പിതാക്കൾ, എന്റെ പിതാവ് എന്റെ വൈഫിന്റെ പിതാവും പറഞ്ഞിട്ടുണ്ട്, മക്കൾക്ക് മാന്യമായ ആഹാരം കൊടുക്കണം, നല്ല വസ്ത്രം കൊടുക്കണം, മാന്യമായി പഠിപ്പിക്കണം, നല്ല ആത്മീയം കൊടുക്കണം. ഈ കാര്യം അവർക്ക് ഞങ്ങൾക്ക് വാണിങ്ങി. അപ്പൊ അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുമ്പോൾ മക്കൾക്ക് വിശപ്പിൽ അടങ്ങാൻ വെക്കണം. വിശപ്പിന്റെ വഴിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ വീട്ടിൽ കൊണ്ടെത്തിക്കും. എന്റെ മക്കളെ എന്റെ മക്കളായി തീർത്ത് ഞാനല്ല, എന്റെ ഭാര്യയാണ്. ഇന്ന് അവർക്ക് വരണ ആഗ്രഹം, പക്ഷെ സാധിച്ചില്ല. കൊച്ചിനെ നോക്കുന്നുണ്ട്, വരാൻ കഴിഞ്ഞില്ല. അവർ മുമ്പിൽ പറഞ്ഞെനിക്ക് അഭിമാനമുള്ള ഒരു കാര്യമുള്ളൂ. ഞാൻ പറയട്ടെ, ഈ ഏലിയുടെ മക്കളും ശമൂവേലിന്റെ മക്കളെ കുറിച്ചും വേറെ ദിവസം പഠിച്ചപ്പോൾ അല്ല, നാം ജീവിക്കുന്ന നാട്ടിലെ അനേക പൗരോഹിത്യം ഉള്ള വ്യക്തികളുടെ മക്കള്, പാസ്റ്റേഴ്സിന്റെ മക്കള്, വിശ്വാസികളുടെ മക്കള്, മറ്റു മക്കള്, എല്ലാ തുറന്ന ആളുകൾ ആയിരിക്കും നോക്കുമ്പോൾ അനേകം മക്കൾ വഴിപഴിച്ചു പോയതിന്റെ ഫലമായിട്ട് മാതാപിതാക്കൾ വിലപിക്കുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു പാസ്റ്റർ ആയതുകൊണ്ട് എന്റെ മക്കളെ കുറിച്ച് അങ്ങനെ ദുഷ്പേര് കേൾക്കാതിരിക്കണം ഞാൻ ശിക്ഷിച്ചിട്ടുണ്ട്, ധാരാളം ശിക്ഷിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു ദിവസം ഞാൻ വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സന്ധ്യക്ക് വരുമ്പോൾ എന്റെ വൈഫ് വന്നു എന്നോട് പറഞ്ഞു, വിസിറ്റിംഗ് ഒക്കെ ഇനി ചുരുക്കിയിട്ട് 5 മണി വീട്ടിൽ എത്തിയേക്കണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയാണ് നമ്മുടെ കാര്യം നടക്കും. കാരണം പിള്ളേരാ, അവര് കളിക്കാൻ പോകുന്നു. അപ്പൊ അവരെ ആ ചെറുപ്പത്തിൽ നടത്തി അവിടെ മലപ്പുറം കുട്ടികളുമായിട്ട് ഇടപഴകിയിട്ട് അവര് സ്റ്റെപ്പ് വെച്ചപ്പോൾ അത് വൈഫിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ ഞാൻ വന്നപ്പോ എനിക്കങ്ങ് ദേഷ്യം വന്നു. ഞാനെന്ത് ചെയ്യുന്നറിയാം, നല്ല മഴയുള്ള സമയം, മിഥുന മാസത്തിലെ ഈ തോറാന ദിവസം എന്ന് പറഞ്ഞാൽ ആന കാട്ടി തൊഴിയുന്ന ഇതിൽ ആ ദിവസം നല്ല മഴയുള്ള ദിവസം ഞങ്ങൾ പാർക്കുന്ന കൂടെ ഒരു വാടകയുടെ പരിമിതിയുണ്ട്. ആ വാടകയുടെ പരിമിതിയില് ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് 3 പേരെ ഞാൻ അടിച്ചു വെളിയിലിറക്കി. ഞാൻ 8 മണിക്ക് വന്നു. 8 മണിക്ക് ശേഷം ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞ് കുടുംബ പ്രാർത്ഥന നടത്തി കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു, നിങ്ങൾ എന്താ ചെയ്ത് ചോദിച്ചപ്പോൾ പമ്മിപ്പ് നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവര് പറഞ്ഞ മറുപടി പറയത്തില്ല. ഞാൻ 3 പേരെയും ആഹാരം കൊടുത്ത വെളിയിലേക്ക് അങ്ങ് ഇറക്കി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ ഇനി ഞങ്ങളോട് വേണ്ട എന്ന് പറഞ്ഞു. അല്ല, ഇവിടെ താമസിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേൾക്കണം, അല്ല ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ തൃശ്ശൂരോട്ട് പോക്കാൻ പറഞ്ഞു. കാരണം എന്റെ പിതാവിന്റെ കുറെ വസ്തുക്കൾ എനിക്ക് ഓഹരി തന്നിട്ടുണ്ട്. അവിടെ ചെന്ന പണിക്കാരന് കൊടുത്ത കൂലി നിങ്ങൾക്ക് കിട്ടും, അപ്പം തരും, ജീവിച്ചോളാൻ പറഞ്ഞു. ഇതൊക്കെ വിഷം കൊണ്ട് പറഞ്ഞ കാര്യമാണ്. അങ്ങനെ ഇവരെ വെളിയിലാക്കി. ഇടതൂറാതെ മഴ പെയ്തോണ്ടിരിക്കുക, നല്ല കാറ്റടിക്കുന്നുണ്ട്. രാത്രി 1 മണി വരെ അവരെ ഞാൻ വെളിയിൽ നിർത്തി. ഞാൻ ഉറങ്ങുന്നില്ല. അപ്പൊ ഞങ്ങളുടെ താമസിക്കുന്ന വീടിന് ഞാനിരിക്കുന്ന എഴുതുന്ന മേശയുടെ ഭാഗത്ത് 2 അലമാര ഭാഗത്ത് ഒരു ജനലിന്റെ മറയുണ്ട്. ആ ജനൽ തുറന്നിട്ട് കിടക്കാൻ പറ്റത്തില്ല. അതിനപ്പുറം തന്നെ അടുക്കളുണ്ട്. അടുക്കള ഭാഗത്തുള്ള ഈ പുറവുള്ള ജനലുണ്ട്. അപ്പൊ ഇവരെ 3 പേരും ഞങ്ങളെ കാണുവാണെങ്കിൽ അതിൽ കൂടെ നോക്കിയാലേ കാണത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ 6 കണ്ണിങ്ങനെ ജനലിൽ കൂടെ കാണാം. എന്തെങ്കിലും കനിവ് കാണാൻ കാത്തിരിക്കുക. പക്ഷെ അത് യാതൊരു അയവും കൊടുത്തില്ല. ഏറ്റവും ലാസ്റ്റില് രണ്ടാമത്തെ പറഞ്ഞു, തോമസ് പറഞ്ഞു, എടാ ഇനി യാതൊരു അയവില്ല, ഇനി നമുക്ക് നമ്മുടെ വഴി നോക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ ചാർട്ടിൽ വിറക് അടുക്കി അതിന് മുകളിൽ ഇട്ടിരുന്ന പഞ്ചസാര ചാക്ക് കടയിൽ നിന്ന് പറഞ്ഞ മുകളിൽ നടുവറ്റ ഇട്ടിരിക്കുന്ന ആ ചാക്ക് എടുത്തിട്ട് ചെറിയൊരു തിണ്ണയുണ്ട്, ആ തിണ്ണയിലിട്ട് അവരെന്തോ ചാക്ക് ഒരു ജാമ കടന്നു. അത് കഴിഞ്ഞിട്ട് 2 പേരും ഒരു ചാക്കിന്റെ ഉള്ളിൽ കാല് കയറ്റി, ഇവിടെ ചാക്കിൽ ചാടാൻ പോയത് ഒരു കാല് കയറ്റി തണുക്കാലിലേക്ക് കയറ്റിയിട്ട് അവരവിടെ കിടന്നപ്പോൾ പിന്നെ എനിക്ക് സഹിച്ചില്ല. എഴുന്നേറ്റ് ചെന്നിട്ട് ഞാൻ പറഞ്ഞ് വിളിച്ചു വന്നിട്ട് ഒരു കടലാസ് എടുത്ത് പേര 3 കൊടുത്തു. നീ മേലിൽ ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിക്കാമെന്ന് എഴുതി വെച്ചിട്ട് കിടന്നോളാൻ പറഞ്ഞു. രാത്രി ഞാൻ എഴുതി ഏൽപ്പിച്ച് കിടന്നു.
അത് കടന്നു കഴിഞ്ഞ് അവർ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ രാത്രിയിലെ 3 മണി മുതൽ 5 മണി വരെ ഞാൻ എൻ്റെ വൈഫ് എഴുന്നേറ്റിട്ട് ഞാൻ തലക്കിലും അവർ കാൽക്കിലും ഇരുന്നിട്ട് 2 മണിക്കൂർ സമയം ദൈവത്തോട് ദൈവമേ, ഞാൻ നിന്റെ ദാസനാണ്, എന്റെ മക്കളെ കുറിച്ച് ഈ നാട്ടില് ഒരു ദുഷ്പേര് കേൾക്കരുത്, അതുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ ഒരു ദിവസം മാത്രമേ തുടർമാനമായിട്ട് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമായിരുന്നു. അതിന്റെ ഫലമായിട്ട് കൃപയാൽ 3 പേരും ഒരു ദുഷ്പേര് കേൾപ്പിക്കാതെ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ അവിടെ ആരാധന തൽപരരായിട്ട് പ്രസംഗിക്കത്തില്ലെങ്കിലും ആത്മീയരായിട്ട് എല്ലാ സ്ഥലത്തും പ്രശോഭിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമല്ലോ, ദൈവസ്തോത്രമാകട്ടെ. അതുകൊണ്ട് അവരെ ശിക്ഷിച്ച് വളർത്തണം. അപ്പൊ മാതാവ് നിങ്ങളുടെ ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശിക്ഷിച്ച് വളർത്തണം. ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെയായ തലമുറ ഭാവിയിലെ, കഴിഞ്ഞ ആഴ്ച കേട്ട പോലെ എബി പറഞ്ഞ പോലെ നമ്മുടെ തലമുറയാണ് ഭാവിയിലെ വാഗ്ദാനം. അങ്ങനെ ഈ ശമൂവേലിന്റെ മക്കൾ വരാതെ വന്നപ്പോൾ രാജാവിനെ ചോദിച്ചു. ശമൂവേലിന് പ്രയാസമായി തോന്നി. പ്രയാസമായപ്പോൾ 8-ാം അധ്യായത്തില് 8-ാം വാക്യം വായിച്ച് ദൈവം പറഞ്ഞത് 7-ാം വാക്യത്തിന്റെ അവസാനം മുതൽ അവിടെ അപേക്ഷ കേൾക്കാൻ, അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ എന്നെയാകുന്നു തേച്ചിരിക്കുന്നത്. നീ എന്തിനാ ഭാരപ്പെടുന്നത്? ശമൂവേൽ നിന്നെയല്ല അവർ തേച്ചത്, അവർ എന്നെയാണ്. ഞാൻ അവരെ ഭരിക്കാതെ എന്നെ, ദൈവത്തെയാണ്, എന്നെയാണ് അവർ തേച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരെ അപേക്ഷ കേൾക്കാം. എന്നിട്ട് പറഞ്ഞ അവരെ കുറിച്ച് പറഞ്ഞതാണ്, ഞാൻ അവരെ പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്ന് വരെ അവർ എന്നെ ഉപേക്ഷിച്ചു, അന്യദൈവങ്ങളെ സേവിച്ചും കൊണ്ട് എന്നോട് ചെയ്തതുപോലെ നിന്നോടും ചെയ്യും. മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്ന് വരെ ഈ ജനം എന്ത് ചെയ്യുന്നു? എന്നോട് പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ അവർ എന്നെ ഉപേക്ഷിച്ചും അന്യദൈവങ്ങളെ സേവിച്ചും കൊണ്ട് എന്നോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യും. നീ ഭാരപ്പെടെന്ന് പറഞ്ഞിട്ട് അവരെ രാജാവിനെ വാഴിക്കാൻ പറയുകയാണ്, അവിടെ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഈ ആലോചന കേട്ട് ശമൂവേൽ ദുഃഖിച്ചും കരഞ്ഞും കൊണ്ട് വീട്ടിൽ കിടക്കുമ്പോൾ ആ രാത്രിയിലെ ശമൂവേലിന് ഒരു ദർശനം ദൈവം കൊടുത്തു. നാളെ ഈ നേരത്ത് നിന്റെ മുമ്പിൽ ഒരുവൻ പ്രത്യക്ഷപ്പെടും, നീ അവനെ ഇസ്രായേലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് പറഞ്ഞു. ഈ സംഭവം നടക്കുമ്പോൾ കീസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ മകനായ ശൗല്, ആ കീസ് വലിയ ധനവാനാണ്, തന്റെ കഴുതകളെ കാണാതെ ആയിരിക്കുന്നു. ആ സമയത്ത് ഈ പിതാവ് ഈ ശൗലിനെ വിളിച്ചിട്ട്, ഒരു ദാസനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? ആ കഴുതകളെ തേടി പോകാൻ പറഞ്ഞു. അങ്ങനെ കഴുതകളെ തേടി അവര് പല സ്ഥലത്തൂടെ നടന്ന് കിട്ടിയില്ല. അപ്പൊ ഈ ശൗല് പറയാണ്, ഈ ശൗല് പറയുന്ന കാര്യപ്രകാരമാണ്, മതി, കഴുതയെ കണ്ട് കിട്ടിയില്ല, നമുക്ക് മടങ്ങി പോകാൻ. കഴുതയെ കുറിച്ച് ചിന്ത വിട്ട് നമ്മളെ കുറിച്ച് ചിന്ത ഉണ്ടാകും. അതുകൊണ്ട് വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ അവന്റെ ഭൃത്യം പറഞ്ഞൊരു വാചകം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, അതിനവൻ, ഈ പട്ടണത്തിൽ ഒരു ദൈവ പുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു. ഈ പട്ടണത്തിൽ ഒരു ദൈവ പുരുഷനുണ്ട്. ഇന്ന് രാത്രിക്കാൻ ഇവിടെ കൂടപ്പെട്ടത് എല്ലാ കുടുംബങ്ങളോടും വ്യക്തികളോടും ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ പറയട്ടെ, ഈ ബാസിൽട്ടൺ പട്ടണത്തിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ട്രീറ്റിൽ നിങ്ങളെ കുറിച്ച് പറയണം, നീ ദൈവത്തിന്റെ മാന്യനാണ് പറയണം, നീ ദൈവത്തെ പ്രാർത്ഥിക്കുന്നതാണ് പറയണം, നീ സത്യത്തിനും ആത്മാവിനെ ആരാധിക്കുന്ന വ്യക്തിയാണ് പറയണം. നിന്റെ ചലനങ്ങള്, ജീവിത രീതികള്, വസ്ത്രധാരണങ്ങള്, സംസാരം, ഇടപാട് കാര്യങ്ങള്, നീയുമായി ബന്ധപ്പെടുന്ന സകല വ്യക്തികളും നിന്നെ കുറിച്ച് അങ്ങനെ പറയണം. ഈ വൃത്തം പറയുന്നത് ഇവിടെ ഒരു ദൈവപുരുഷനുണ്ട്, മാന്യനാണ്. ആ മാന്യത കിട്ടണമെങ്കിൽ ത്യാഗം സഹിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ പട്ടണത്തിൽ ജോലി സംബന്ധിച്ച് കൊണ്ടാക്കിയിരിക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് ദൈവത്തിന് ഈ പട്ടണത്തിൽ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പുകൾ വെക്കണമെന്ന് ഞാൻ പറഞ്ഞു മുന്നോട്ട് നീങ്ങാണ് മുഖവരെ ആയിട്ടുള്ളൂ. ഞാൻ വിഷയത്തിൽ വരാൻ പോവുകയാണ്. ദൈവസ്തോത്രമാകട്ടെ. അങ്ങനെ ഈ ദൈവപുരുഷന്റെ അടുത്തേക്ക് ചെന്നു. ദൈവപുരുഷനെ കണ്ട് സംസാരിക്കുന്നു. സംസാരിച്ചു കഴിഞ്ഞ് ദൈവപുരുഷൻ ഒന്നിച്ചൊരു വിരുന്ന് കഴിഞ്ഞ് രാത്രി വിശ്രമിച്ചിട്ട് അവരെ പ്രഭാതത്തിൽ യാത്രയാക്കിയ സമയത്ത് ശമൂവേൽ പ്രവാചകൻ പറഞ്ഞ വാചകമാണ് 27-ാം വാക്യം. പട്ടണത്തിന്റെ അറ്റത്തെത്തിയപ്പോൾ ശമൂവേൽ ശൗലിനോട്, ഭൃത്യൻ മുമ്പേ കടന്നു പോകാൻ പറയുക. അവൻ കടന്നുപോയി, ഞാൻ നിന്നോട് ദൈവത്തിന് അരുളപ്പാട് നീ അല്പം നിൽക്കാം. നമ്മുടെ ദ്രുതഗതിക്കകത്ത് നാം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ദൈവശബ്ദം കേട്ടെന്നിരിക്കാം. നാം ദൈവത്തിന് ചില പ്രത്യേകമായ കാര്യം നീ അറിയിക്കണമെങ്കിൽ നീ സമയം വേർതിരിച്ച് ദൈവത്തിൽ ഇരുന്നെങ്കിൽ മാത്രമേ ആ കാര്യത്തിന് നിവൃത്തിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തന്നെ പറയുന്നു,
വൃദ്ധനെ പറഞ്ഞയക്കുക. നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില വൃദ്ധന്മാരുണ്ട്. ആ വൃദ്ധന്മാർ നിങ്ങളുടെ വൃദ്ധൻ ആരാ നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ഹല്ലേലൂയ. നമ്മുടെ ജീവിത രീതിയിൽ നമുക്ക് അനുഗ്രഹം തടസ്സമായി ചിലപ്പം കൂടുതൽ സംസാരിക്കുന്നതായിരിക്കാം, ഫോണിൽ കൂടെ മറ്റു വ്യക്തികളെ ഹറാസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു സഹോദരനെ കുറ്റം മറ്റൊരു പറയുന്നതായിരിക്കാം. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് വളരെ ഗ്യാപ്പാണ്. അതിനെക്കുറിച്ച് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ആ ലീഡറായിരിക്കുന്ന അധ്യാപകന് ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു. ആദ്യം ഭാഷ പറയാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആ വിഷയം ഒരു 10 പേർക്ക് വേണ്ടി കൈമാറാൻ പറഞ്ഞു. കൈമാറിയ 10ാമത്തെ ആൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു യാതൊരു ബന്ധവുമില്ല. ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന വിരുദ്ധത ഒരു വൃത്തിനായിട്ട് നമ്മെ ഉണ്ടാകാം. അതിന് സൗകര്യങ്ങൾ ധാരാളമുണ്ട്. അല്ല, എന്റെയൊക്കെ ചെറുപ്പത്തിൽ സൗകര്യം ഇല്ലായിരുന്നു, ഇപ്പോൾ ധാരാളമുണ്ട്. ഇന്റർനെറ്റ്, അതുപോലെ ചാറ്റ് ചെയ്യാൻ അവസരം, ഫോണിൽ കൂടെ SMS അയക്കാൻ സ്വന്തം, ഈ കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ കാരണം കൊണ്ട് എന്റെ ബുദ്ധി അതിലേക്ക് ദൈവം വലിച്ചിടുക്കിയിട്ടില്ല. ഒരു SMS അയക്കാൻ എനിക്ക് അറിയത്തില്ല. വരുന്ന കോൾ അറ്റൻഡ് ചെയ്യാനും അത് ഓഫ് ആക്കാൻ അറിയാം. അതുപോലെ ഈ ഫോണിന്റെ നമ്പർ ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും അറിയാം. ഇത്ര മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. മക്കൾ വരുമ്പോഴൊക്കെ നല്ല ഫോൺ കൊടുക്കുമ്പോൾ ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞു, എനിക്ക് സാധിക്കത്തില്ലെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല. അപ്പൊ ഇന്നത്തെ കാലത്ത് ഈ കൊച്ചു കുട്ടികൾ വരെ ഇതില് ഉത്സുകരാണ്. അപ്പൊ നമ്മുടെ തലമുറ വഴിതെറ്റുവണം ഇടയുള്ള നല്ല സാഹചര്യമാണത്. അതുകൊണ്ട് അവിടെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മുടെ ഈ ജഡത്തിന്റെ ഇംഗിത പ്രകാരം നമ്മെ ആത്മീയത്തിൽ പുറകോട്ട് പിടിക്കുന്ന ഓരോ വൃദ്ധന്മാര് ഓരോരുത്തരും ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ വൃദ്ധൻ ആരാണ്. നിങ്ങൾ ആ വൃദ്ധനെ ഗുഡ് ബൈ പറഞ്ഞ മാറ്റി നിർത്തിയിട്ട് അല്പം നിന്ന് ഇന്ന് രാത്രികം ദൈവത്തിന്റെ അഭിഷേകത്തിന് തൈലം നിനക്ക് തരുവാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് 1-ാം വാക്യത്തിൽ അപ്പോൾ ശമൂവേൽ അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ വൃദ്ധനെ പറഞ്ഞു വിട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ചു പറഞ്ഞത്, യഹോവ തന്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ. വൃദ്ധനെ പറഞ്ഞ ശേഷമായിട്ട് ശമൂവേൽ അഭിഷേക തൈലം നിറച്ച് കൊമ്പുമായി നിൽക്കുക. ഈ വൃദ്ധനുള്ളിടത്തോളം കാലം ശമൂവേലിനെ ഇവൻ അഭിഷേകം ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാ പറഞ്ഞത് നീ അവനെ പറഞ്ഞു വിടുക. അങ്ങനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോൾ അവനൊരു അഭിഷേക തൈലം എടുത്ത് അവർ തല ഒഴിച്ചിട്ട് പറഞ്ഞെന്താണ്, നിന്നെ ഇസ്രായേലിന്റെ പ്രഭുവാക്കി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. ഇന്ന് നീ എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമിന്റെ അതിരിങ്കില് സെൽസഹിൽ റാഹേലിലെ കല്ലറയിൽ വെച്ച് 2 ആളെക്കാം. ഞാൻ നിന്നെ അഭിഷേകം ചെയ്തു ഇസ്രായേലിലെ പ്രഭുവായിട്ട്. നീ എന്നെ പിരിഞ്ഞു പോകുമ്പോൾ സെൽസഹിൽ റാഹേലിന്റെ കല്ലറക്കരി വെച്ച് 2 ആളെ കാണാൻ പറഞ്ഞു. എന്താണ് ഈ സെൽസഹിൽ റാഹേലിന്റെ കല്ലറക്കരി നടന്ന സംഭവം? എടുത്തേ ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിച്ചേ. ജീവൻ പോകുന്ന സമയം 16 വായിച്ചോ. 16 ബഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ട് എഫ്രാത്തിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിന വേദനയുണ്ടായി. അങ്ങനെ യാക്കോബ് പദ്മനാരാമിൽ നിന്ന് മടങ്ങിപ്പോകുന്ന യാത്രയിൽ ബഥേലിൽ നിന്ന് പുറപ്പെട്ട് പോകുമ്പോൾ വഴിയാത്രയില് യാക്കോബിന്റെ ഭാര്യയായിരിക്കുന്ന റാഹേലിന് അസ്വസ്ഥത തുടങ്ങി. പൂർണ്ണ ഗർഭിണിയാണ്. ആ ഗർഭിണിയായ സ്ത്രീ വഴിയാത്രയിൽ വെച്ച് സെൽസയിൽ എത്തിയപ്പോൾ എന്ത് ചെയ്തു? അവൾക്ക് പ്രസവത്തിനുള്ള സമയമായി. കഠിന വേദനയപ്പോൾ പ്രസവത്തിൽ അവൾക്ക് കഠിന വേദനയായിരിക്കുമ്പോൾ സൂതി കർമ്മിണി അവളോട് ഭയപ്പെടേണ്ട, ഇത് ഒരു മകനായിരിക്കും എന്ന് പറഞ്ഞു. സൂതി കർമ്മിണി അവളോട് പറയാണ്, വേദന അതികഠിനമായി അവൾ ഞെരിവിളി കൊള്ളുമ്പോൾ ഈ സൂതികളെ സ്കാൻ ചെയ്ത് പറയാണ്, ഇതൊരു മകനായിരിക്കുമെന്ന്. ഇന്നത്തെ ഈ യുഗത്തിലെ ഒരു കുഞ്ഞ് കാര്യങ്ങളായി കഴിഞ്ഞാല് ചില മാസങ്ങൾ കുഞ്ഞ് ആണാണോ പെണ്ണോ അറിയാത്ത രീതിയിലേക്കുള്ള എല്ലാ സംവിധാനവും ആയി കഴിഞ്ഞിരിക്കുക. പക്ഷെ അന്ന് റാഹേൽ പ്രസംഗ സമയത്ത് ആ സംവിധാനമില്ല. അന്നത്തെ സൂതികർമ്മിണിയായ സ്ത്രീ പറയാണ്, ഇവളുടെ അവസ്ഥ, ആ അനുഭവ പരിചയം, ആ ശിശു ചെയ്ത പരിചയം കണ്ടുകൊണ്ട് അവൾ പ്രവചനാത്മായി പറയാണ്, നീ ഭയപ്പെടേണ്ട, ഇവനൊരു മകനാണ് എന്ന് പറഞ്ഞിട്ട് അവളെ എന്ത് ചെയ്തു? പ്രസവിച്ചു. എന്നാൽ അവൾ മരിച്ചുപോയി. ആ പ്രസവത്തോടെ ചേർന്ന് എന്താ സംഭവിച്ചത്? റാഹേൽ മരിച്ചുപോയി. ആ സമയത്ത്, ആ മരണ സമയത്ത് ജീവൻ പോകുന്ന സമയം അവൾ അവനെ ബെനോനി എന്ന ഈ അമ്മ അവനൊരു പേരിട്ടാ പോയത്.
എന്താ പേര്? ബെനോനി എന്ന് പേരിട്ട പോയത്. അടുത്ത വാക്യം, അവൻ അപ്പനോ അവന് ബെന്യാമിൻ എന്ന് പേരിട്ടു. ബെനോനി എന്ന വാക്കിന്റെ അർത്ഥം ദുഃഖപുത്രൻ, വ്യസനത്തിന്റെ പുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ അമ്മ ജീവൻ പോകുന്ന സമയത്ത് അവസാനത്തെ വായുവില് സൂതികന് പറഞ്ഞു ഒരു ആൺകുട്ടിയാന്ന് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞത് അവന് ബെനോനി എന്ന് പേരിട്ട് അമ്മ മരിച്ചു. അപ്പൊ ആ പേരിന്റെ അർത്ഥം ഈ പിതാവിനെ സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ഇവന്റെ പേരിന്റെ അർത്ഥം ബെനോനി, ഈ ദുഃഖപുത്രൻ, വ്യസനപുത്രൻ എന്ന പേര് ഇവന് സഹിക്കാൻ കഴിയാത്തപ്പോൾ അപ്പൻ എന്ത് ചെയ്തു? അവനെ ബെന്യാമീൻ എന്ന് പേരിട്ടു. സന്തോഷത്തിന്റെ പുത്രൻ, ആനന്ദത്തിന്റെ പുത്രൻ അർത്ഥം അപ്പൻ മാറ്റിയിട്ടു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ പ്രത്യക്ഷത ഉണ്ടായി, ദൈവത്തിന്റെ കൃപ ഉണ്ടായി, കടാക്ഷമുണ്ടായി, ദൈവത്തിന്റെ മഹാസ്നേഹത്താൽ നാം ബന്ധിക്കപ്പെടുമ്പോൾ, നമ്മുടെ കഴിഞ്ഞകാല പാപജീവിതത്തിൽ നിന്ന് ദൈവം വിടുവിച്ച് മാറ്റപ്പെടുമ്പോൾ നമ്മൾ ആരായിത്തീരും? ദൈവത്തിന് അവനെ കൈക്കൊണ്ട നാം വിശ്വസിക്കുന്ന ഏവരും ദൈവമക്കൾ അവന് അധികാരം കൊടുത്തിരിക്കുക. അപ്പോൾ ആ അപ്പൻ എന്ത് ചെയ്താൽ പേര് മാറ്റിയിട്ടു. ഇവിടെ ഇരിക്കുന്ന ദൈവജനം ഈ വ്യക്തിപരമായിട്ട് യേശുവുമായി ബന്ധപ്പെട്ട് ആ പഴയ പാപത്തിന്റെ ദാസൻ, പാപത്തെ ജീവിക്കുന്ന വ്യക്തി, ആ ചേച്ചിയുടെ താണുന്ന വ്യക്തി ആ പേര് മാറിയിട്ട് യേശു ക്രിസ്തുവുമായി ബന്ധപ്പെടുന്ന ആ സമയത്ത് നമ്മുടെ പാപത്തെല്ലാം കഴുകിക്കളഞ്ഞിട്ട് നമ്മുടെ പേര് മാറിയാണ് ദൈവപുത്രനായിട്ട് മാറ്റപ്പെടുക ചെയ്തത്. അതാ വിശ്വാസത്തിന് ഒന്നാമത്തെ സ്റ്റെപ്പ്. അങ്ങനെ പ്രാപിച്ച വ്യക്തിയോട് ഇരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയാണ് ജീവിത സ്തോത്രം ഉണ്ടാക്കട്ടെ. അവിടെ കൂടി വിശദിക്കുന്നില്ല. അടുത്തത് ഈ 35 അധ്യായം മറക്കരുത്. അതിന്റെ അടുത്ത സമയം പുസ്തകം വന്നേ. അടുത്തതാണ് പുറപ്പെടുമ്പോൾ 2 പേരെ കാണും. നീ പുറപ്പെട്ടു പോകുന്ന കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു. നിന്റെ അപ്പൻ കഴുതയെ കുറിച്ചുള്ള ചിന്ത വിട്ടു എന്റെ മകന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണ്ടു എന്ന് പറഞ്ഞ് നിങ്ങളെ കുറിച്ച് വിഷാദിച്ചിരിക്കുന്നു എന്ന് അവർ നിന്നോട് പറയും. അവിടെ നിന്ന് നീ മുൻപോട്ട് ചെന്ന് താബോരിലെ കരിവേലകത്തിനരികെ എത്തും. അവിടെ ആദ്യം നീ സെൽസകിൽ റാഹേലിന്റെ കല്ലറക്കരയെത്തും. അവിടെ നടന്ന സംഭവമാണ്. ആ അമ്മ ജീവൻ പോകുന്ന സമയത്ത് ദുഃഖപുത്രന്റെ പേരിട്ട് അമ്മ മാറ്റപ്പെട്ടു. ആ ദുഃഖപുത്രന്റെ പേര് മാറ്റിയിട്ട് സന്തോഷന്റെ പുത്രൻ യാക്കോബ് പേര് മാറ്റിയിട്ട് ഒരു പുതിയ സ്റ്റെപ്പിലേക്ക് കാൽ വെക്കുക ചെയ്യുന്നത്. അങ്ങനെ അത് നമുക്ക് ബൈബിൾ ഭാഷ പറഞ്ഞാൽ മാനസാന്തരം അല്ലെങ്കിൽ വീണ്ടും ജനത്തെ നമുക്ക് ആ ഒന്നാമത്തെ സ്റ്റെപ്പിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. അങ്ങനെ വീണ്ടും ജനം പ്രാപിച്ച വ്യക്തി അവന്റെ അടുത്ത സ്റ്റെപ്പാണ് ഇവിടെ വായിക്കുന്നത്. നീ താബോരിലെ കരിവേലകത്തിനടുത്തേക്ക് ചെല്ലും. അവിടെ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 35:4 വാക്യം വെച്ച് 35:3 വായിക്കാം. പുറപ്പെട്ട ബഥേലിലേക്ക് പോകാം. എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടിയിരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ഒക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിന്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിനരികെയുള്ള കരിവേലത്തിന് കീഴിൽ കുഴിച്ചിട്ടു. ഒരു യാഗപീഠം പണിത് ഞാൻ ദൈവത്തെ ആരാധിക്കുമെന്ന് പറഞ്ഞു. ആരാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ തങ്ങളുടെ പക്കലുള്ള അന്യ ദേവന്മാരൊക്കെയും കാതുകളിലെ കുണുക്കുകളെ യാക്കോബിന്റെ പക്കൽ കൊടുത്തു. അതിനെ യാക്കോബ് ചെയ്തു ശേഖേമിനരികെയുള്ള കരിവേലകത്തിന്റെ കീഴിൽ കുഴിച്ചിട്ടു എന്നാ വായിച്ചിരിക്കുന്നത്. ഒരു കുഴിച്ചെടി. വീണ്ടും ജനിച്ച വ്യക്തിക്ക് അവൻ അടുത്ത സ്റ്റെപ്പാണ് കുഴിച്ചെടി. ഞാൻ ഇവിടുത്തെ ആദ്യത്തെ പ്രാർത്ഥനയാവുന്ന അപ്പച്ചന് വളരെ വ്യക്തമായിട്ട് ആ കാര്യത്തെ കുറിച്ച് വചനത്തിൽ കൂടെ പുതിയ വ്യാഖ്യാനത്തിൽ വളരെ ശക്തമായി അന്ന് സംസാരിച്ച് ഓർക്കുന്നുണ്ട്, ഇപ്പോൾ ഓർക്കുന്നുണ്ട്. നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ എല്ലാം കേട്ട് മറന്നു പോകരുത്. അപ്പച്ചൻ അന്ന് പ്രസന്റ് എനിക്ക് ചെറിയ ഓർമ്മയുണ്ട്, എല്ലാം ചില കാര്യങ്ങൾ ഓർമ്മയുണ്ട്. അപ്പൊ അതോട് ബന്ധപ്പെടുത്തി പരിശുദ്ധാവ് ഇന്ന് രാത്രിക്കാലം സംസാരിക്കുകയാണ്. പുതുജനനം പ്രാപിച്ച വ്യക്തി, വീണ്ടും ജനം പ്രാപിച്ച വ്യക്തി, അവൻ അടുത്ത സ്റ്റെപ്പാണ് ഒരു കുഴിച്ചുടി എന്നുള്ളത്. ആ കുഴിച്ചുടിയിൽ പുതിയ ഭാഷ സ്നാനത്തെ കാണിക്കുന്നത്. പഴയ മനുഷ്യനെ അതിന്റെ രാഗമോഹങ്ങളോട് ഉരിഞ്ഞു കളഞ്ഞ് എന്നേക്കുമായി മാറ്റിക്കളഞ്ഞ് അതിനെ കുഴിച്ചുടിയാ ചെയ്യുന്നത്. അവിടെ ഈ നിങ്ങളുടെ അന്യദേവന്മാര് കാതുകളിൽ കുണുക്കുന്ന പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ആരും ആഭരണം ഒഴിക്കാൻ വന്നതല്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്.
അത് ദൈവത്തിന്റെ വീണ്ടും ഞാൻ ഉണ്ടാകുന്ന സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ അതിന് ബൈബിൾ പറയുന്നതാണ് അന്യദേവന പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞ ഒരു അന്യദേവൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നെ ശിശുവിന്റെ കാലത്ത് ഞാൻ മഞ്ചേരിയിലേക്ക് എന്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ യാക്കോബ് ഒരു പുരോഹിതൻ പൗലോസ് എന്നാണ്. ഞാൻ ഒരു കുടുംബം പോലെ കഴിഞ്ഞ വ്യക്തിയാണ്. ഉപദേശപരമായാണ് അല്പം ആശയത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ആളുടെ വീട്ടിലെ എല്ലാ കാര്യവും എന്നെ വിളിക്കുക, എന്റെ വീട്ടിലെ കാര്യങ്ങൾ വിളിക്കാൻ കേട്ടിരിക്കുന്നത്. ഇപ്പൊ പുള്ളിയുടെ മകള് കെട്ടിക്കുന്ന ഒരു യാക്കോബ് അച്ഛൻ അമേരിക്കയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പൊ അവർക്കൊരു കുഞ്ഞുണ്ടായപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്ന എപ്പോഴും ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ടിക്കറ്റ് കിട്ടി വരുന്ന പോലെ എല്ലാ വർഷം വരാൻ കഴിയുന്നതുകൊണ്ട് 6 വർഷത്തിനായിട്ട് ഈ കുഞ്ഞുമായിട്ട് നാട്ടിൽ വരുന്നത്. അപ്പൊ ഈ വല്യച്ഛന്റെ താല്പര്യപ്രകാരം കുഞ്ഞിനെ അവിടെ മാമോസ് കൊടുക്കാതെ ഇവിടെ മാമോസ് കൊടുക്കാൻ താല്പര്യപ്പെട്ടു. അപ്പൊ ഞാൻ പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചത് ഫലമായിട്ട് എനിക്ക് മുഴുവൻ സ്നാനം ഞാനേ കണ്ടിട്ടുള്ളൂ, മറ്റു സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഞാന് ഈ ആലിക്കുന്നിടങ്ങളിലൊക്കെ കത്തോലിക്കലെ പള്ളിയിലെ ഇങ്ങനെ ശിശുവിനെ കാണാൻ പോകും. ഇതെന്താണെന്ന് അറിയണം. അപ്പൊ ഈ അച്ഛനോട് പറഞ്ഞു, നിങ്ങൾ ആ മാമോദീസയ്ക്ക് എന്നെ വിളിക്കുമെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും വിളിക്കുന്നു പറഞ്ഞു. അവൻ ഞാൻ ചെന്നു കഴിഞ്ഞപ്പോൾ ഈ കൊച്ചച്ഛനെ മകളുടെ ഭർത്താവ് ഈ കുഞ്ഞുമായി വന്നു, അവർ വീട്ടുകാർ വന്നു, പള്ളി നിറച്ച ആൾക്ക് അച്ഛന്റെ മകളുടെ മാമോദീസ. അപ്പൊ ഈ കുഞ്ഞിനെ മാമോദീസ മുക്കാനാക്കണം. അവരെ പാട്ടും ചൊല്ലും ചൊലുത്തൊക്കെ നടത്തി കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ ശിശുവിനുണ്ടായിരുന്നു. നിന്ന് കഴിഞ്ഞിട്ട് അവസാനം അച്ഛനോട് എനിക്ക് ഇരിക്കണം പറഞ്ഞു കുറച്ചു നേരം, കാരണം നടു ഇരിക്കുന്നു പറഞ്ഞു. അവസാനം ഞാൻ ഒരു സ്ഥലത്ത് ഇരുന്നു. അത് ആ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ഞാൻ എഴുന്നേറ്റ് അതിനോട് ചേർന്ന് സ്നാന മണ്ഡപത്തിനടുത്തേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച, ആ കുഞ്ഞിന്റെ വിരലേ കിടന്ന മോതിരം, കാലിന്റെ വിരലേ കിടന്ന മോതിരം, അരയിൽ കിടന്ന സ്വർണമാല, കാതിലെ കമ്മല്, സകല ആഭരണങ്ങളും എല്ലാം ഊരി മാറ്റിയിട്ടാണ് ആ സ്നാനത്തൊട്ടി ഇരുത്തിയിട്ട് വെള്ളം കോരി ഒഴിച്ച്, മുക്കലല്ല കോരി ഒഴിച്ച് സ്നാനം നടത്തി. സ്നാനം കഴിഞ്ഞ അച്ഛനോട് ചോദിച്ചാൽ എന്താ ഇതൊക്കെ ഊരിയെന്ന് ചോദിച്ചു. ദൈവസഭയുടെ യഹൂദ കാനോൻ ശക്തമായി പറഞ്ഞിരിക്കുന്നു, മാമോദിസ കൊടുക്കുമ്പോൾ ആ കാനോന്റെ അടിസ്ഥാന ഉപദേശമാണ് ഒരു ആഭരണം ധരിക്കാൻ പാടില്ല, അതുകൊണ്ട് ആ ഊരി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങള് ഇത് ഊരിയിട്ട് സ്നാനപ്പെടുത്തുന്നു, പിന്നെ ഇടുന്നില്ലെന്ന് വിളിന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അപ്പൊ ഈ അന്യദേവനെ എന്ത് ചെയ്തു? കരിവാലത്തിൽ കുഴിച്ചിടുന്ന കർമ്മമാണ് സ്നാനം എന്നുള്ളത്. അപ്പൊ ഇന്ന് രാത്രികാലം അതിന് തയ്യാറാകാത്ത വ്യക്തികൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തില് പുതുനിയമ സഭയുടെ അടിസ്ഥാന ഉപദേശമാണ് ഈ ഉപദേശം. അത് നമ്മൾ അംഗീകരിച്ച മതിയാകത്തുള്ളൂ. അത് റോമിലെ പാപ്പയായാലും പെന്തക്കോസ്തിലെ പാസ്റ്ററായാലും സ്നാനപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല കേട്ടോ. അതുകൂടെ ഓർത്തോണം. ജീവിച്ചെങ്കിലേ പോകത്തുള്ളൂ. ആരാധന ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ നമ്മളെ രക്ഷയുടെ പൂർത്തീകരണം വരെ വൃക്ഷത്തെ ഫലം കൊണ്ട് അറിയുന്ന പോലെ ജീവിതത്തിൽ ജീവിച്ചെങ്കിൽ മാത്രമേ പോകാൻ കഴിയത്തുള്ളൂ. മാസത്തിൽ ഞാൻ പ്രസംഗം ചെയ്തിട്ട് നിങ്ങളെ ഞാനിപ്പുറത്തുള്ള കടക്കടന്ന് പോകുന്നു, ഇവിടുത്തെ ഷോപ്പിംഗ് കളിച്ച എന്നെ എല്ലാവർക്കും പാശ്ചാത്യം മനസ്സിലായിരിക്കും. നിങ്ങൾക്കറിയാം, നിങ്ങളെ ഞാൻ കാണുന്നില്ലായിരിക്കും. ഞാൻ അടുത്ത കടയിൽ നിന്ന് ഒരു ബ്രാൻഡി വാങ്ങി കുടിച്ചേച്ച് എന്നെ കണ്ട് ഞാൻ പോകും സ്വർഗത്തില്. യാതൊരു മദ്യപാനിയും ദൈവരാജ്യ അവകാശം ശക്തമായി പറഞ്ഞിരിക്കുന്നു. അപ്പൊ ജീവിച്ചിങ്ങനെ പോകത്തുള്ളൂ. ഇത് സഭയുടെ അടിസ്ഥാന ഉപദേശമാണ്, രക്ഷ സ്നാനം എന്നുള്ളത്. അതിലേക്ക് നോക്കട്ടെ, ആ ഭാഗം കണ്ടോടിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് അടുത്ത വാക്യം വായിച്ചേ. കരിവാരത്തിനെത്തുമ്പോൾ 3 ആട്ടിൻകുട്ടിയെയും വേറൊരുത്തൻ 3 അപ്പവും വേറൊരുത്തൻ ഒരു തുരുത്തി വീഞ്ഞും ചുമന്നുകൊണ്ട് ഇങ്ങനെ 3 പുരുഷന്മാർ ബേഥേലിൽ ദൈവത്തിന്റെ അടുക്കൽ പോകുന്നതായി നിനക്ക് എതിർപ്പെടും. അവർ നിന്നോട് കുശലം ചോദിക്കും, നിനക്ക് 2 അപ്പവും തരും. 3 പുരുഷന്മാർ നിങ്ങൾക്ക് എതിർപ്പെടും. ആ 3 പുരുഷന്മാരിൽ നീ ഇടയ്ക്ക് ബദലിൽ പോലെ ചോദിക്കുന്ന നിന്റെ കയ്യില് അവർ 2 അപ്പം നില വാങ്ങിക്കോണെന്ന് പറഞ്ഞു. ഈ അപ്പത്തെ ഒരു വേദപണ്ഡിതൻ വ്യാഖ്യാനിച്ചത് ഞാൻ വായിച്ചത്, ഞാൻ കോട്ട് ചെയ്യാം, എന്റെ കടമെടുത്തതല്ല, വായിച്ച് കോട്ട് ചെയ്യാം. ആ കോട്ട് ഇപ്പോഴാണ്, ഈ 2 അപ്പം എന്നുള്ളത് രക്ഷാബന്ധനം പ്രാപിച്ച് വീണ്ടും ജനം പ്രാപിച്ച് സ്നാനമേറ്റ് സ്റ്റെപ്പുകൾ നിങ്ങളുടെ വ്യക്തികൾക്ക് ജീവിപ്പാൻ ആവശ്യം ജീവന്റെ മന്നയാണ് പഴയ നിയമവും പുതിയമായി വിശുദ്ധ വേദപുസ്തകം. ഈ 2 അപ്പത്തെ ഒരു വേദപണ്ഡിതൻ അതിനൊക്കെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അത് ഞാൻ കോട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ എങ്കിലും നിങ്ങളുടെ വിദ്യാർത്ഥി വ്യാഖ്യാനി. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഞാൻ തിയോളജിനല്ല, അതുകൊണ്ട് എനിക്ക് വ്യാഖ്യാനിക്കാൻ കഴിയത്തില്ല. അദ്ദേഹത്തിനൊക്കെ ഹിബ്രുവിലൊക്കെ പോയിട്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കും, എനിക്കതിന് സാധിക്കത്തില്ല. ഞാൻ നാടൻ ഉപദേശിയാവണം, ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഉണ്ടാക്കട്ടെ. അപ്പോൾ ഈ 2 അപ്പം നമ്മുടെ ജീവിതകാലം മുഴുവൻ ഭക്ഷിപ്പാണ് ജീവന്റെ അപ്പമാണ് ഈ വചനം. ഈ വചനത്തിൽ ഈ കൃപ വായിക്കുന്ന വ്യക്തി എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ ജീവിക്കരുതെന്നും, എന്ത് ഭക്ഷിക്കണമെന്നും എന്ത് ഭക്ഷിക്കരുതെന്നും, എങ്ങനെ ആരാധിക്കണമെന്നും എങ്ങനെ ആരാധിക്കരുതെന്നും, എന്ത് ഉടുക്കണമെന്നും എന്ത് ഉടുക്കരുതെന്നും
അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്ത് കാണണം, എന്ത് കാണരുതെന്നും, എന്ത് പ്രവർത്തിക്കണം, എന്ത് പ്രവർത്തിക്കണമെന്നുള്ളയാ അടിസ്ഥാനപരമായ ഉപദേശങ്ങള് വ്യക്തമായി നമുക്ക് രേഖപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനമാണ്. ആ വചനം ഭാവിക്കുന്ന വ്യക്തിക്കെന്നാണ് ഓരോ സ്റ്റെപ്പും വിജയകരമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഇന്ന് രാത്രിക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ ഓർമ്മപ്പെടുത്തിയാണ്. ദൈവസ്തോത്രമാകട്ടെ. അങ്ങനെ അവര് ഇത് വാങ്ങി നിങ്ങൾ ബഥേലിലും 5-ാം വാക്യം, അതിനുശേഷം നീ പെരിസ്തര പട്ടാളമുള്ള ദൈവഗിരിക്കെത്തും. അവിടെ പട്ടണത്തിൽ കടക്കുമ്പോൾ വീണ, തപ്പ്, കുഴൽ, കിന്നരം എന്നിവയോടുകൂടെ പൂജാഗിരിയിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു പ്രവാചക ഗണത്തെ കാണും. അവർ പ്രവചിച്ചു കൊണ്ടിരിക്കും. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ അവൻ അടുത്ത സ്റ്റെപ്പാണ് പരിശുദ്ധാത്മാവിനുള്ള നിറവ്. അവിടെ പ്രവാചകണത്തെ കാണും. കാണുമ്പോൾ നീ അവരോട് കൂടെ ചേർന്ന് അവരെ പറയുന്നതാണ് അവിടെ പറയുന്ന ആത്മാവ്, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യുന്നു. ഈ പരിശുദ്ധാത്മാവിന്റെ ആ ആവാഹം, പരിശുദ്ധാത്മാവിന്റെ നിറവ്, ആ നിറവിൽ നമ്മൾ ആകുന്നെങ്കിൽ മാത്രമേ ഈ ദുഷ്കരമായ ലോകത്തില് ജയകരമായി ജീവിക്കാൻ കഴിയുള്ളൂ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതാ യേശു പറഞ്ഞത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, ഈ ശക്തി ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശുശ്രൂഷ മുന്നേറാൻ സാധിക്കത്തുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശത്തിന് ആദ്യപടി വീണ്ടും ജനനം. അത് പുതിയമത്തെ ആ രീതി വ്യാഖ്യാനിക്കറിയാം. അവിടെ ഇപ്പൊ കിടക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഭാഗത്ത് കോട്ട് ചെയ്ത് പറയുകയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഒരു കുഴിച്ചെടിയിൽ യേശു ക്രിസ്തു കാണിച്ചു തന്ന മാതൃപ്രകാരം ജലത്തിൽ മുങ്ങി സ്നാനമേൽക്കുക. കണിമൂസ മാണിക്കത്തനാർ എഴുതിയ ആ സുവിശേഷ ഗ്രന്ഥം വായിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. ഈശോ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നപ്പോൾ, അതാ പറയുന്നത്, ഈശോ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നപ്പോൾ. എന്റെ വൈദിക ഭാഷാന്തരത്തിന് അവിടെ നമുക്ക് ഈശോ വെള്ളത്തിൽ കയറി. അപ്പൊ ഈ വ്യാഖ്യാനിക്കുന്നത് കയറി മുങ്ങണം വ്യാഖ്യാനിക്കാമായിരിക്കും. പക്ഷെ കത്തോലിക്ക പുരോഹിതൻ എഴുതിക്കുന്ന ആ പുസ്തകം പറയും ഈശോ സ്നാനം വെള്ളത്തിൽ പൊങ്ങി വന്നപ്പോൾ. അപ്പൊ മുങ്ങാതെ പൊങ്ങാൻ കഴിയത്തില്ല. അപ്പം സ്നാനം എന്നുള്ളത് യേശു കാണിച്ച മാതൃകയാണ്. അതിനെക്കുറിച്ച് പത്രോസിനെ പറയും, നാം എല്ലാവരും അവനെ പിന്തുടരുവാനൊക്കണം, അവൻ നമുക്കൊരു മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഈ സത്യം ഗ്രഹിച്ച വ്യക്തികള്, ഈ സത്യം അറിയാവുന്ന വ്യക്തികള് ഒരിക്കലും അറച്ചു നിൽക്കരുത്. ദൈവത്തിന് സ്തോത്രമാകട്ടെ. അപ്പോസ്തലൻ പൗലോസിനെ കുറിച്ച് വായിക്കുമ്പോൾ കാണുന്നത്, അവന് ഈ നാമക്കാരെ കൊന്നുമുടിപ്പാണ് അധികാരപത്രം മഹാഭാരതം വാങ്ങിക്കൊണ്ട് പോകുന്ന യാത്രയില് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് സൂര്യനെ കവിത പ്രഭ അവനെ മുന്നിയപ്പോൾ അവൻ യാത്ര ചെയ്ത കുതിരപ്പുറത്ത് താഴെ വീണു. അവൻ കണ്ണു കാണാത്തനായി. അവൻ ആകപ്പാടെ ആ ശബ്ദം അവൻ മാത്രം തന്റെ കൂടെ കേട്ടില്ല. അങ്ങനെ കാഴ്ചയില കിടക്കുമ്പോൾ അവൻ അരുളപ്പാടിനായി അനന്യാസ്വരം വരും, അവൻ നിനക്കൊരു പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അനന്യാസിന് ദർശനം കൊടുത്തു. അനന്യാസ് പറഞ്ഞ അനന്യാസ് തിരസ്കരിക്കുക. കാരണം ഈ ശവന് ഭയമാണ്. ഈ നാമക്കാരെ കൊന്നുപിടിപ്പാൻ അധികാരപത്രം നടക്കുന്ന ക്രിസ്തീയ സഭയ്ക്ക് ഒരു വേദന മനുഷ്യനാണ്, ഒരു അക്രമിയാണ് അവൻ. അനന്യാസിന് മടുപ്പ് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ ഉദ്യമിച്ച് പറഞ്ഞു വിട്ട് അനന്യാസ് ചെന്ന് അവന്റെ കൈവച്ചപ്പോൾ അവൻ കാഴ്ച പ്രാപിച്ചു. അടുത്ത് പറയുന്നത് അവൻ സ്നാനമേറ്റ് ദൈവസഭയോട് ചേർന്നു എന്ന് വായിപ്പാൻ കഴിയുന്നുണ്ട്. അപ്പൊ സ്നാനത്തിന്റെ ഉപദേശം കേട്ട് മനസ്സിലായാൽ പിന്നെ താമസിക്കരുത്. താമസിച്ചാൽ അത് നടക്കത്തില്ല. മഞ്ചേരിയിൽ ഒരു ഹിന്ദു സഹോദരനുണ്ട്. ഞാൻ മലപ്പുറത്തായിരിക്കുന്ന സ്ഥലത്ത് മഞ്ചേരിയിൽ അദ്ദേഹം താമസിക്കുന്നത്. മഞ്ചേരിയില് അദ്ദേഹം സഹകരിക്കാറുണ്ട്. എന്റെ ഒന്ന് സഹകരിമായി സഹകരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ അവിടെ യേശുവിനെ സ്വീകരിച്ച വ്യക്തിയാണ്. അങ്ങനെ സ്നാനം നടക്കുന്ന അവിടെ ഒരു ബ്രദറുകാര സ്നാനത്തിലാണ് ഇദ്ദേഹം പോകാൻ ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഈ വ്യക്തി ഹിന്ദു വീടായതുകൊണ്ട് വീട്ടിൽ നിന്ന് വീട്ടുകാരൊക്കെ മറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങി പുറപ്പെട്ട് സ്നാനക്കടവിൽ എത്തിയപ്പോൾ സംഭവിച്ചത്, മറ്റു സ്നാനപ്പെട രണ്ടു വ്യക്തി സ്നാനപ്പെടി ഇവൻ വരാഞ്ഞുകൊണ്ട് കരയ്ക്ക് കയറി അവർ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അവിടുത്തെ വിദേശി പറഞ്ഞു, ഇന്നത്തെ സ്നാനം കഴിഞ്ഞു, അതുകൊണ്ട് ഇനി അടുത്തൊരു സമയമാകാന്ന് പറഞ്ഞു. കേൾക്കണമോ, ഇന്ന് വരെ അവന് സ്നാനപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ആ ബന്ധനത്തിൽ കുടുങ്ങി കിടക്കാണ്. ഉള്ളിന്റെ ഉള്ളിൽ അവൻ എന്താണ്, ആ ജീവനുണ്ട്. എന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ്. പക്ഷെ ഇപ്പൊ അവന് സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയുന്നില്ല. എന്റെ ഭാര്യ പലപ്പോഴും ആരാധിക്കുമ്പോൾ രാത്രി ആരാധിച്ചപ്പോൾ ഭാര്യ മലപ്പുറം കത്തിയെടുത്ത് അവനെ കുത്തിയിട്ടുണ്ട്. ആരാധന പോകുന്നതിനായിട്ട് ഇവനെ കൈമുഴ മുറിഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കെതിരാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇപ്പോൾ അവന്റെ മക്കള് പ്രായമായി. മോൻ M.Com പഠിക്കുന്നു, മോള് B.Com ഫൈനൽ ഇയർ പഠിക്കുന്നു, ഇളയ കുട്ടി പ്രീ ഡിഗ്രി പഠിക്കുന്നു. 3 മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നു.
ഇവന്റെ ഉള്ളിൽ ആഗ്രഹം കൊണ്ട് അന്ന് സ്നാനപ്പെടാൻ കഴിയാത്തതിന്റെ വിഷമമാണ് അവൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഉപദേശം മനസ്സിലായാൽ ജഡരത്വം കൂടെ ആലോചന ചോദിച്ചാലും നടക്കത്തില്ല. ഈ ബാസിന്റെ പട്ടം ജോലി സംബന്ധിക്കുമ്പോൾ ഈ കൂട്ടായ്മയെ സംബന്ധിക്കുന്ന ദൈവത്തോട് പറയട്ടെ, സത്യം ഗ്രഹിച്ചാൽ വചനം സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ ആരോടും ആലോചന ദൈവത്തെ അനുസരിക്കാനാണ് ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ അനുസരിക്കുന്നത് നമുക്ക് അനുഗ്രഹമാണ്. അങ്ങനെ അനുസരിക്കുന്ന വ്യക്തികൾ അടുത്ത സ്റ്റെപ്പാണ് ആത്മാവിന്റെ നിറവ് എന്നുള്ളത്. ദൈവം സ്തോത്രമാകട്ടെ. എന്നിട്ട് അതിന്റെ 8-ാം വാക്യം വായിച്ചേ. എന്നാൽ നീ എനിക്ക് മുൻപേ ഗിൽഗാലിലേക്ക് പോകണം. ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിക്കുവാൻ ഞാൻ നിന്റെ അടുക്കൽ വരും. ഞാൻ നിന്റെ അടുക്കൽ വന്ന് നീ ചെയ്യേണ്ടതെന്തെന്ന് പറഞ്ഞു തരുവോളം 7 ദിവസം അവിടെ കാത്തിരിക്കണം. ഇങ്ങനെ അവൻ ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. അവനെ മുമ്പേ അറിഞ്ഞവരൊക്കെയും അവൻ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പ്രവചിക്കുക കണ്ടപ്പോൾ കീശിന്റെ മകൻ എന്തു സംഭവിച്ചു? ശൗലും പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ആയോ എന്ന ജനം തമ്മിൽ പറഞ്ഞു. നിന്നെ കുറിച്ച് അങ്ങനെ പറയട്ടെ, താമസിക്കരുത്. ശൗലും പ്രവാചകന്റെ കൂട്ടത്തിൽ ആയിരിക്കുമെന്ന് ജനം തമ്മിൽ പറയും. നമുക്ക് അഭിമാനമാണ്. ദൈവത്തിന് സ്തോത്രമാണ്. ബാക്കി ഉപദേശങ്ങളൊക്കെ ഇന്ന് പറക്കണം ആഗ്രഹിക്കുന്നത് ഇത്ര തൊടുകൂറെ പറഞ്ഞ് ഞാനിവിടെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രികാലം ഇതാ ശമൂവേൽ ശൗലിനോട് പറയാണ്, എനിക്ക് നിന്നെ അഭിഷേകം ചെയ്യണം. പക്ഷെ ഒരു തടസ്സം, നിന്റെ ഭൃത്യം മുന്നോട്ട് പോകാൻ പറയാം. ഭൃത്യം മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ എനിക്ക് ദൗത്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് രാത്രി ദൈവത്തിന് ആത്മാവിലേക്ക് ഓരോ കൃതിയോട് പറയാണ്, നിങ്ങൾ എനിക്ക് അനുഗ്രഹിപ്പാൻ ആവശ്യമുണ്ട്. എനിക്ക് ആ തൈര് നിങ്ങൾ തളിപ്പാൻ ആഗ്രഹമുണ്ട്. നിന്നെ ഈ രാജ്യത്തിന് ഒരു പ്രധാന സ്ഥാനം കൊണ്ട് ഞാൻ അഭിഷേകം ആഗ്രഹിക്കുകയാണ്. പക്ഷേ നിന്റെ വൃത്തിനെ നീ മുന്നോട്ട് മാറ്റി നീ അല്പം നിന്നെങ്കിൽ മാത്രമേ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്ത് അവന്റെ പേരും മാറി, ദുഃഖത്തിന്റെ പുത്ര പേര് മാറി, സന്തോഷപുത്രന്റെ അവസ്ഥയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് അവനെ ഒരു കുഴിച്ചുള്ളിൽ നടക്കുന്നു. അത് സ്നാനത്തിന് മുൻകുറിയാൻ നിൽക്കുന്നു. ദൈവസ്തോത്രം ഉണ്ടാകട്ടെ. പിന്നെ അവൻ അടുത്ത ശബ്ദിക്കുന്നത് അവന്റെ മേൽ ആത്മാവ് ശക്തിയോടെ വന്നു. അവനും പ്രവാചകനത്തിൽപ്പെട്ട വ്യക്തിയെന്ന് ജനം പറയത്തക്ക രീതിയിൽ ദൈവം ഉപയോഗിച്ചു. മാത്രമല്ല ദൈവം അവന് വേറൊരു പുതിയ ഹൃദയം കൊടുത്തു. ഇന്ന് രാത്രിക്കാലം പുതിയ ഹൃദയത്തെ ഉടമകളായിട്ട് നമുക്ക് പിരിഞ്ഞു പോകണം. അതിനുള്ള ഒരുക്കത്തോടെ കടന്നു പോകണം. ഈ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ സത്യമായി സംസാരിച്ചിരിക്കുക. ഇന്ന് രാത്രിക്കാലം ഈ വചനം താഴ്ച കർത്താവേ, എനിക്കതിന് കഴിഞ്ഞിട്ടില്ല. ഇത് സത്യമാണ്, എനിക്ക് ഗ്രഹിച്ചിട്ടുണ്ട്, എനിക്ക് കഴിയുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് അവസരം തന്നെ പ്രാർത്ഥിച്ചാൽ ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ ആത്മാവിന് കഴിഞ്ഞ അവസരം തരുമെന്ന കാര്യം ഉറപ്പെടുത്തിയാണ്. അടുത്തിവിടെ നടക്കുന്ന കൺവെൻഷൻ മുമ്പായിട്ട് ഈ ദേശം വലിയ ഉണർവുണ്ടാകാൻ പോവുകയാണ്. അത് നമ്മൾ കൂടിയാണ് ആയിരിക്കുന്നത്. ആ കൺവെൻഷൻ മുഖാന്തരം ഈ ബാസിന്റെ പട്ടണങ്ങളായ അനേകം മലയാളി കുടുംബങ്ങള്, ഇവിടെയുള്ള ബ്ലാക്കും ആയിരിക്കുന്ന കലമ്പന്മാരെ ആളുകള്, വൈറ്റ്സ് ആയിരിക്കുന്ന ആളുകള് നമ്മുടെ ശുശ്രൂഷണം കേട്ടിട്ട് ഈ ദേശത്തിലൂടെ ആളുകൾ കർത്താവിലേക്ക് ആഗ്രഹിക്കുമ്പോൾ എടുത്തുകൊള്ളപ്പെടുന്ന ഒരു കൂട്ടത്തിലായിരിക്കണം. അതിനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവം സ്തോത്രമാകട്ടെ. സുവിശേഷം ഒരു ഭാഗം പറയുന്നുണ്ട്. യേശു ശിഷ്യന്മാരെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കയറേണ്ട വീട്ടിൽ നിങ്ങൾ എനിക്ക് മുമ്പായി കയറണം. യേശു കയറാൻ ആഗ്രഹം പല വീടുകളിലൂടെ ഉണ്ട്. ആ വീട്ടിൽ ഞാൻ കയറ